ഹായ് ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് പാണ്ടിക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ, പെരിന്തൽമണ്ണ KSRTC ഡിപ്പോയിൽ നിന്ന് നിലമ്പൂർ വഴിക്കടവ് വഴി വയനാട് കൽപ്പറ്റയിലോട്ടൊരു ബസ്സുണ്ട്. ആ ബസ്സിലാണ് ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നത്. ഈ ബസ്സിലൂടെ തമിഴ്നാട്ടിലൂടെ നമ്മുടെ കേരള ബോർഡർ എത്തിയിട്ട് കൽപ്പറ്റയിലോട്ടുള്ള ഈ ഒരു യാത്ര എന്തു പറയണമെന്ന് എനിക്കറിയില്ല. ഭയങ്കര സമാധാനം തരുന്ന, എനിക്ക് പേഴ്സണലി സമാധാനം തരുന്ന ഒരു യാത്രയാണ്. ചുറ്റും കോടയും പച്ച പുതച്ച് കിടക്കുന്ന തേയിലത്തോട്ടങ്ങളുമുള്ള ഒരു ആനവണ്ടി യാത്ര. ഇന്ന് ഈ ആനവണ്ടി യാത്രയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. പെരിന്തൽമണ്ണ ഡിപ്പോയിൽ നിന്നും വഴിക്കടവ് നാടുകാണി വഴി കൽപ്പറ്റയിലോട്ടും സുൽത്താൻ ബത്തേരിയിലോട്ടും KSRTC ബസ്സിൻ്റെ സർവീസ് ലഭ്യമാണ്. ദിവസവും എനിക്ക് തോന്നുന്നത് 4 ബസ് വരെ ഉണ്ടെന്നാണ്. ഞാനിപ്പോൾ പോകുന്നത് KSRTC പെരിന്തൽമണ്ണ സ്റ്റാൻഡിൽ നിന്നും 9:45 എടുക്കുന്ന ബസ്സിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. കൽപ്പറ്റയിലോട്ട് ഏകദേശം 2 മണിക്കാണ് എത്തുക. നാടുകാണി തൊട്ട് ദേവാല, പന്തല്ലൂർ എന്നിങ്ങനെയുള്ള തേയിലത്തോട്ടങ്ങൾ, റോഡിൻ്റെ 2 വശത്തും തേയിലത്തോട്ടങ്ങളുള്ള ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കൊണ്ട് നമുക്ക് വളരെ പച്ച കാണുമ്പോൾ പൊതുവെ എനിക്ക് ഭയങ്കര സമാധാനം കിട്ടാറുണ്ട്. അത്തരത്തിലുള്ള യാത്രയാണ് ഈ ബസ്സിൽ പോകുമ്പോൾ നമുക്ക് കിട്ടുക. നാടുകാണിയിലും ദേവാലയിലും പന്തല്ലൂരിലുമെല്ലാം നമ്മുടെ ഒരുപാട് മലയാളികൾ പണ്ട് കാലം തൊട്ടേ കുടിയേറി താമസിച്ചവരുണ്ട്. അവരുടെ റിലേറ്റീവ്സ് എല്ലാം ഈ മലബാർ ഏരിയകളിലാണ്. മഞ്ചേരിയിലും അരീക്കോടും പെരിന്തൽമണ്ണയിലൊക്കെ ആയിട്ടാണ് അവരുടെ റിലേറ്റീവ്സ് ഒരുപാടുള്ളത്. അതുകൊണ്ട് തന്നെ അവർ കൂടുതലും ഈ ബസ്സുകളെ ആശ്രയിച്ചാണ് നമ്മുടെ നാട്ടിൽ വരുന്നതും അവരുടെ റിലേറ്റീവ്സ് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതൊക്കെ. ഈ വഴി കൽപ്പറ്റയിലോട്ട് പോകുമ്പോൾ താമരശ്ശേരി ചുരത്തിലെ അത്രത്തോളം തിരക്കും ട്രാഫിക്കും ഇവിടെ നമുക്ക് അനുഭവപ്പെടില്ല. സമാധാനപരമായിട്ട് ഒരു യാത്ര നമുക്ക് കിട്ടും. ചില ദിവസങ്ങളിൽ ഞാനൊക്കെ ഈ വഴി പോയിട്ട് താമരശ്ശേരി വഴി ഇറങ്ങി നാട്ടിലോട്ട് വരാറൊക്കെ ഉണ്ടായിരുന്നു. ഈ യാത്ര കൽപ്പറ്റയിലെ മറ്റൊരാവശ്യത്തിനായതുകൊണ്ട് പോയതും ശനി ഞായർ ദിവസങ്ങളിൽ താമരശ്ശേരി ചുരത്തിൽ അനുഭവപ്പെടുന്ന ഒരു തിരക്കും നാടുകാണി വഴി പോകുമ്പോൾ നമുക്ക് അനുഭവപ്പെടാറില്ല. അതുകൊണ്ട് തന്നെ ശനി ഞായർ ദിവസങ്ങളിൽ ഈ ബസ്സിനകത്ത് തിരക്കുണ്ടാവാറുണ്ട്. ഒരു ദിവസം ഈ യാത്ര നിങ്ങൾക്ക് ചെറിയ ചെലവിൽ 141 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. ഇതിലെ പോയിട്ട് താമരശ്ശേരി വഴി തിരിച്ചിറങ്ങാം. അങ്ങനെ ഒരു യാത്ര എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതാണ്.